ഹായ് ഫ്രണ്ട്സ്, സ്നേഹപൂർവ്വ ക്ഷമയുടെ പുതിയ എപ്പിസോഡിലെ കൽപ്പനയ്ക്കിട്ടൊന്ന് താങ്ങിയിട്ടാണ് മുത്തശ്ശി പോകുന്നത്. ശേഷം വരുണിനോട് എഴുന്നേറ്റ് റെഡിയാവാൻ പറയും. അങ്ങനെ വരുൺ അവിടുന്ന് പോയി കഴിഞ്ഞാല് മുത്തശ്ശിയും പോകും. പ്രിയങ്ക കൽപ്പനയെ നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറി പോവാണേ. കൽപ്പന വിചാരിക്കും അവളപ്പൊ കരുതി കൂട്ടിക്കൊണ്ട് തന്നെയാ. പക്ഷെ നിന്നെ കൊണ്ട് എത്ര നാൾ ഇതിനൊക്കെ കഴിയുമെന്ന് എനിക്കൊന്ന് അറിയണം എന്ന് പറഞ്ഞിങ്ങനെ അവിടെ നിൽക്കാണേ. ശേഷം പിന്നീട് കാണിക്കുന്നത് അശ്വതിയും ശ്യാമയും കൂടെ കാറിലിങ്ങനെ യാത്ര ചെയ്യണേ. അശ്വതിക്കും ശ്യാമേ, നമ്മളിനി എത്ര നാളിങ്ങനെ ഈ ക്ഷേത്രത്തിൽ പോയിക്കൊണ്ടിരിക്കും? ശ്യാമ പറയും, എനിക്കറിയില്ല, എന്റെ മോളെ ഭഗവാൻ എനിക്ക് കാണിച്ചു തരുന്നത് വരെ. ചേച്ചി, ഞാൻ വേറൊരു കാര്യം കൂടി ആലോചിക്കാ. അശ്വതിക്കും, എന്താ? എനിക്ക് ആ ക്ഷേത്രത്തിലെ തിരുമേനിയോടൊന്ന് ചോദിക്കണം, അവിടെ രാപ്പകല് ഉപവാസം ഇരിക്കാൻ പറ്റുമെന്ന്. അതെന്തിനാ? ശ്യാമ പറയും, അവരതിന് അനുവദിക്കുമെങ്കിൽ ഞാൻ അവിടെ ഇരിക്കും. ദിവസമൊന്നും നിശ്ചയിച്ചിട്ടില്ല. ഒന്നെങ്കില് ആ ഉപവാസത്തിനിടയില് ഭഗവാൻ എന്റെ മോളെ എനിക്ക് കാണിച്ചു തരും, അല്ലെങ്കിൽ ഭഗവാന്റെ നടയിൽ തന്നെ എനിക്ക് അവസാനിക്കാലോ. അശ്വതി പറയും, എന്തൊക്കെയാ ശ്യാമ നീ പറയുന്നത്? അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. ശ്യാമ പറയും, ജന്മം കൊണ്ട് ഒരർത്ഥമില്ല, മരണം കൊണ്ടെങ്കിലും എന്റെ മോൾക്ക് അല്പം പുണ്യം ചെയ്യാൻ കഴിയെങ്കിലേ അതല്ലേ നല്ലത്. അശ്വതി പറയും, മതി മതി, ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തു. തൽക്കാലം നമുക്ക് പൂക്കൾ വാങ്ങിക്കാൻ പോകുന്നു, വേണ്ട പുഷ്പങ്ങൾ വാങ്ങിച്ചിട്ട് അമ്പലത്തിലേക്കും പോകുന്നു. ശ്യാമ പറയും, തിരുമേനിയോട് പറഞ്ഞിട്ട് എന്നും പ്രത്യേകം വഴിപാട് നടത്താനും പറയണം. കാണാത്തതിൽ നിരാശയുണ്ടെങ്കിലും കാണുന്നുള്ള പ്രതീക്ഷ നിത്യേന വർദ്ധിക്കുക. മനസ്സിനകത്ത് നടക്കും, എല്ലാം നടക്കും, ഭഗവാൻ എല്ലാം നടത്തി തരും എന്ന് പറഞ്ഞിട്ട് അവര് കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് പൂക്കടയിലേക്ക്. ഇതേ സമയം ഒരു പൂക്കടയിൽ തന്നെയാണ് രാധികയും അതുപോലെ തിരുമേനിയും വന്നിരിക്കുന്നത്. കടക്കാരൻ ചോദിക്കും, ഇന്നെന്തെങ്കിലും പ്രത്യേകിച്ച് പൂജയുണ്ടോ തിരുമേനി? പൂജയൊന്നും അല്ല, അവിടെ ഷൂട്ടിംഗുകാർ വന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ അവര് പറയുന്നത് നമ്മുടെ ക്ഷേത്രത്തില് അവര് ഷൂട്ടിംഗ് നടത്താൻ പോവാണെന്ന്. ആഹാ, തിരുമേനിക്ക് കോളടിച്ചല്ലോ. തിരുമേനി പറയും, നമുക്കിതിലെന്താ പ്രത്യേകത? അവര് വരുന്നു, അവരുടെ ആവശ്യം കഴിഞ്ഞു പോകുന്നു. സാധനങ്ങൾ എന്തൊക്കെയോ അവര് കൊണ്ടുവരുന്നുണ്ട്, പക്ഷേ പൂജാ സാധനങ്ങളൊക്കെ ഞാൻ തന്നെ സംഘടിപ്പിക്കുമെന്ന് അവര് ചോദിച്ചു. അതുകൊണ്ടാ. അങ്ങനെ കടക്കാരൻ പറയും, ലിസ്റ്റിലുള്ളതെല്ലാം എടുത്തു, ഇനി എന്താ എന്ന് പറഞ്ഞിങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോഴായിരിക്കും അതേ പൂക്കടയിലേക്ക് തന്നെ ശ്യാമയും അശ്വതിയും വരണം. ശ്യാമ, ദാ പൂക്കൾ ആ കടയിൽ നിന്ന് വാങ്ങിക്കാം, ഞാൻ അവിടെ പോയി വാങ്ങിച്ചിട്ട് വരാം. ശ്യാമ പറയും, ഞാനും കൂടെ വരാം. അശ്വതിക്കും, എന്തിനാ വെറുതെ, ആളുകൾ കണ്ടാൽ പരിചയപ്പെടാനൊക്കെ വരില്ലേ? ശ്യാമ പറയും, അതൊന്നും സാരമില്ല, ഞാനും വരാം എന്ന് പറഞ്ഞ് രണ്ടുപേരും കാർന്നിറങ്ങാം. അങ്ങനെ ഇവര് റോഡ് ക്രോസ് ചെയ്യുമ്പോഴേക്കും ഇവിടെ സാധനങ്ങളെല്ലാം രാധികയും അച്ഛനും വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതേസമയം ശ്യാമയെ തിരിച്ചറിഞ്ഞിട്ട് കുറച്ച് ആരാധകര് ശ്യാമയെ നോക്കുന്നുണ്ട്. അങ്ങനെ അച്ഛൻ കടക്കാരന്റെ അടുത്ത് പറയും, ഷൂട്ടിങ്ങുകാരുടെ രീതികളൊന്നും എനിക്കറിയില്ല, എന്ത് സ്വഭാവക്കാരാണോ എന്തോ. രാധിക പറയും, നല്ല ആൾക്കാരാണ് അച്ഛാ, ഞാൻ കണ്ടതല്ലേ. ഇതേസമയം ശ്യാമയും അശ്വതിയും റോഡ് മുറിച്ചു കിടക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വാഹനങ്ങൾ ഇങ്ങനെ വരുന്നത് കാരണം അങ്ങോട്ട് പോകാൻ പറ്റണില്ല. അപ്പോഴേക്കും സിംഗർ ശ്യാമയെ തിരിച്ചറിഞ്ഞുകൊണ്ട് രണ്ടാൾക്കാർ വരും, ഒരു സെൽഫി എടുക്കാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ മാഡത്തിന്റെ പാട്ടൊക്കെ ഞാൻ കേൾക്കാറുണ്ട്, ഞാൻ വലിയ ആരാധികയാണ്. മാഡം ഇവിടെ എവിടെ പോവാണ്? അപ്പൊ ശ്യാമ കാര്യങ്ങളൊക്കെ പറയും, ക്ഷേത്രത്തിൽ പോവാണ്, പൂക്കൾ വാങ്ങിക്കാൻ വന്നതാണെന്നൊക്കെ. ശേഷം ഒരു സെൽഫി എടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോ ശ്യാമ അതിന് അനുവാദം കൊടുക്കുക. അങ്ങനെ ശ്യാമ അതിനുശേഷം റോഡ് ക്രോസ് ചെയ്ത് നടക്കണേ. അപ്പോഴേക്കും അച്ഛൻ ബില്ലൊക്കെ വാങ്ങിച്ച് പൈസയൊക്കെ കൊടുത്തു കഴിഞ്ഞു. അങ്ങനെ ശരിയെന്ന് പറഞ്ഞ് അവർ ആ കടയിൽ നിന്ന് ഇറങ്ങുക. അവര് പോയി കഴിയുമ്പോഴായിരിക്കും ശ്യാമയും അശ്വതിയും ആ കടയിലേക്ക് വരുന്നത്. ഇതേസമയം ആരാധകര് ശ്യാമേനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കണേ. പെട്ടെന്നായിരിക്കും രാധികനെ കാണുന്നത്. ആ കുട്ടിയെ ശ്യാമ മേഡത്തിന്റെ പോലെയല്ലേ കാണാൻ? അതെ, അത് ശരിയാണല്ലോ എന്ന് പറഞ്ഞ് അവര് രാധികേനെയും ശ്യാമേനെയും മാറി മാറി നോക്കുക. അങ്ങനെ ഇവര് നേരെ ശ്യാമയുടെ അടുത്തേക്ക് ചെല്ലും. അപ്പോഴേക്കും അവര് റോഡും ക്രോസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ ആരാധകര് ശ്യാമയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കും, ഇപ്പൊ പോയ കുട്ടി മേഡത്തിന്റെ മകളാണ്. അത് കേൾക്കുമ്പോ തന്നെ ശ്യാമയും അശ്വതിയും അങ്ങ് ഞെട്ടും. ആ കുട്ടി മേഡത്തിനെ പോലെ തന്നെ ഇരിക്കുന്നേ. ശ്യാമ ആകെ ഞെട്ടിപ്പോവാ. എവിടെയാ കുട്ടി? അവര് പറയും, ദാ അങ്ങോട്ടാ പോയത് എന്ന് പറയുമ്പോ ശ്യാമ അങ്ങോട്ട് നോക്കുമ്പോ രാധിക ഇങ്ങനെ നടന്നു പോകുന്നത് കാണാണ്. സൈഡേ കാണുന്നുള്ളൂ. അപ്പോഴേക്കും മോളെ എന്ന് വിളിച്ച് ശ്യാമ പിന്നെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല, ഓടി റോഡ് ക്രോസ് ചെയ്യാണ്. വാഹനങ്ങളൊക്കെ ഇടയില് പെടാണ്ട് പോവും. അശ്വതി പേടിച്ച് ശ്യാമേ വണ്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നാലെ ഓടുന്നുണ്ട്. അങ്ങനെ ആ രാധികയുടെ തൊട്ടടുത്ത എത്താനാവുമ്പോഴേക്കും ഒരു വണ്ടി വന്ന് ശ്യാമയെ ഇടിക്കാണ്. മോളെ എന്ന് വിളിച്ചുകൊണ്ട് ശ്യാമ നിലത്ത് ബോധം കിട്ട് വീഴും. അപ്പോഴേക്കും ആൾക്കാരൊക്കെ കൂടും. അശ്വതി ഓടി വരും. ആരെങ്കിലും വേഗം ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കോ എന്ന് അശ്വതി പറയാ. അങ്ങനെ ശേഷം പിന്നീട് കാണിക്കുന്നത് സ്ട്രെച്ചറില് കിടത്തിക്കൊണ്ടു പോകുന്ന ശ്യാമയാണ്. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി ഡോക്ടർ കാണുമ്പോൾ ഡോക്ടറോട് കാര്യങ്ങളൊക്കെ അശ്വതി പറയാ. ഡോക്ടർ പറയും, ഞാനൊന്ന് നോക്കട്ടെ. അവിടെ തന്നെ നോക്കിയിട്ട് പറയും, തലയിലെ മുറിവിന് അല്പം ആഴമുണ്ട്, വിശദമായി നോക്കിയിട്ട് പറയാം. അശ്വതി പറയും, എനിക്ക് 1-2 കോൾ ചെയ്യണം. നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞ് ശ്യാമേനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോവാ. ഇതേസമയം ഇതൊന്നും രാധിക അറിഞ്ഞിട്ടില്ല. രാധിക അവിടെ ഇപ്പോ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. അവിടെ വിളക്കൊക്കെ കത്തിച്ച് എല്ലായിടത്തും റെഡിയാക്കിക്കൊണ്ടിരിക്കുക. തിരുമേനി വയ്ക്കും, എന്തായി മോളെ, ഒരുക്കങ്ങളൊക്കെ കഴിയാറായോ? ഷൂട്ടിംഗുകാരും അവിടെ തന്നെ ഉണ്ട് കേട്ടോ, നമ്മുടെ ജീവയും അവിടെ തന്നെ ഉണ്ട്. അങ്ങനെ അവിടെ എല്ലാ ഒരുക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോ പ്രൊഡ്യൂസറും ഡയറക്ടറും വരും. എന്നിട്ട് ഡയറക്ടർ പറയും, തിരുമേനി നമസ്കാരം,
സത്യത്തില് ഞാൻ കണ്ടുവച്ച ക്ഷേത്രത്തിന് പകരം എന്നുള്ള രീതിയിലാണ് ഇവിടെ വന്നത്. പക്ഷേ ഇവിടെ വന്ന് കണ്ടപ്പോ എനിക്ക് തോന്നി ഇവിടെ തന്നെയായിരുന്നു ശരിക്കും ഷൂട്ട് ചെയ്യേണ്ടതെന്ന്. അത്രയ്ക്കും ഒരു പോസിറ്റീവ് വൈബ് ഉണ്ട് ഇവിടെ. തിരുമേനി പറയും, ഭഗവാന്റെ ചൈതന്യത്തിന് ഒരു കാലവും ഒരു കുറവും വന്നിട്ടില്ല ഇവിടെ. എല്ലാം നന്നായി നടക്കും. അപ്പോഴേക്ക് രാധിക വന്നിട്ടേക്കും, സാർ ഇന്ന് വിനയ മേഡം ഉണ്ടോ? ഉണ്ടല്ലോ. എപ്പോഴാ എത്താ? വിനയ മേഡത്തിന് വെച്ചാ ഞങ്ങള് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. പെട്ടെന്ന് എത്തും. രാധിക പറയും ശരി. ശേഷം അച്ഛനോട് പറയും, ഞാൻ വെള്ളം എടുത്തിട്ട് വരാച്ച എന്ന് പറഞ്ഞ് രാധിക കുട എടുത്ത് വെള്ളം എടുക്കാനായിട്ട് പോവാ. പുറത്തിറങ്ങുമ്പോ ഉണ്ടാകും ജീവ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ. രാധികേനെ കാണുമ്പോ തന്നെ ജീവയുടെ മുഖത്ത് പ്രണയം പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ നോക്കി ചിരിക്കുമ്പോ ഒരു സിനിമ നടനൊക്കെ അല്ലേ, ആ രീതിയിലാണ് രാധിക ചിരിക്കുന്നത്. ശേഷം അവിടുന്ന് പോകുമ്പോ ജീവ ഇങ്ങനെ നോക്കി നിൽക്കും. പിന്നീട് കാണിക്കുന്നത് രാധിക കുളക്കരയിൽ പോയിട്ട് വെള്ളം എടുത്ത് കേറുമ്പോ ഉണ്ടാവും ജീവ അവിടെ. രാധിക ഇങ്ങനെ ചിരിച്ചിട്ട് കയറി പോവാ. ജീവ വന്നിട്ട്, എക്സ്ക്യൂസ് മീ, ഞാൻ കഴിഞ്ഞ ദിവസം കുട്ടിയെ ശ്രദ്ധിച്ചിരുന്നു. പേര് രാധിക, പൂജാരിയുടെ മകളാണല്ലേ? അവിടെ പറയുന്ന കേട്ടു. രാധിക പറയും, അതെ, ഞാൻ ഈ പാരമ്പര്യത്തോടും പൈതൃകത്തോടൊക്കെ താല്പര്യമുള്ള കൂട്ടത്തില. ഒരു പക്ഷേ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ ജീവിക്കുന്നത് കൊണ്ടായിരിക്കും തന്നോടെന്തോ ഒരു വല്ലാത്ത അട്രാക്ഷൻ എനിക്ക് തോന്നി. രാധികയ്ക്ക് വല്ലാണ്ടാവും. എനിക്ക് പോണം സാർ എന്ന് പറഞ്ഞു പോകാൻ തുടങ്ങുമ്പോ ജീവ പറയും, ഒരു മിനിറ്റ്, ഞാൻ പറയുന്ന കേട്ട് താൻ പരിഭ്രമിക്കൊന്നും വേണ്ട. എത്രയോ പേരെ, ആരാധികയെ ഉൾപ്പെടെ എത്രയോ ആൾക്കാരെ ദിവസേന കാണുന്നു ഞാൻ. അവർക്കൊന്നും ഇല്ലാത്തൊരു പ്രത്യേകത, ഐ മീൻ ഈ ഇന്നസെൻസ്, അതാ തന്നോട് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നിയത്. സിനിമാ നടനാണല്ലോ, ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാകുന്നൊക്കെ മനക്കണക്ക് കൂട്ടിക്കളയരുത്. ജീവിതത്തിന് ഒരു ശുദ്ധി വേണമെന്ന് തീരുമാനിച്ചിരിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. സോ എന്റെ ഇഷ്ടവും എന്റെ പ്രണയവും ഒക്കെ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന കുട്ടിക്ക് മാത്രമാണെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. രാധികയ്ക്ക് ആകെ പേടിയാവുന്നുണ്ട്. അല്ല, എന്നോട് എന്തിനാ ഇങ്ങനെയൊക്കെ പറയണത്? അപ്പോ ജീവ പറയും, ഇതൊരു പ്രപ്പോസലിന് പറ്റിയ സ്ഥലമാണെന്നൊന്നും എനിക്കറിയില്ല. ഭഗവാന് വേണ്ടി ജീവിക്കുന്ന തന്നോട് ഇതിനേക്കാളും ഏത് അന്തരീക്ഷത്തിലാ പറയാൻ പറ്റുക? എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമായി. ഇത് കേൾക്കുമ്പോ തന്നെ രാധിക അങ്ങ് ഷോക്കാവും. അങ്ങനെ ജീവ പറയും, നമുക്കൊരു ലവ് സ്റ്റോറിയുടെ ഒന്നും ആവശ്യമില്ല. എന്റെ വിവാഹത്തിന്റെ അന്വേഷണമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയാ. സോ ഞാൻ എന്റെ വീട്ടിലറിയിച്ചാൽ തന്റെ വീട്ടിലേക്ക് വന്ന് പെണ്ണ് കാണാൻ സമ്മതമാണെങ്കിൽ തനിക്ക് സമ്മതമായിരിക്കുമെന്നാ എനിക്കറിയേണ്ടത്. രാധിക അങ്ങ് ആകെ ഷോക്കായി പോവും. പെട്ടെന്ന് ഇതേ സ്ഥലത്ത് നിന്നാണല്ലോ വരുണ് എന്ന് പ്രപ്പോസ് ചെയ്തിരുന്നത്. അത് ആലോചിക്ക. രാധിക ആകെ നെർവസോ. അത് ഞാൻ ഇപ്പോ എന്നിങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ജീവ പറയും, ഇപ്പൊ ഒന്നും പറയണ്ട, ആലോചിച്ചൊരു തീരുമാനം എടുത്താൽ മതി, ഞാൻ വെയിറ്റ് ചെയ്യാം. രാധിക പറയാൻ തുടങ്ങുമ്പോഴേക്കും ഡയറക്ടർ അങ്ങോട്ട് വരും. ജീവ, ഷോട്ട് റെഡിയാണ്, ഡ്രസ് ചേഞ്ച് ചെയ്തോളൂ. ശരി സാർ. അങ്ങനെ രാധികയോട് ജീവ പറയും, നമുക്ക് കാണാം എന്ന് പറഞ്ഞ് ജീവ അവിടുന്ന് പോവും. രാധിക ആകെ ഷോക്കായി നിൽക്കുന്നത്. ശേഷം രാധികയും പോകും. പിന്നീട് കാണിക്കുന്നത് വിനയ മേഡം എത്തിയിട്ടുണ്ട്. അവിടെ ഷൂട്ട് തുടങ്ങാണ്. സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ എന്ന് പറയുമ്പോ മാഡം ക്ഷേത്രത്തില് തൊഴാൻ വന്നിരിക്കുന്ന ഒരു ഭാഗം എടുക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോ ജീവ എൻട്രി. അപ്പോ ജീവ ഉണ്ടാവും. അവിടുന്ന് ജീവ വരുന്നത്. അങ്ങനെ ഷൂട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജീവ അപ്പോഴും രാധികനെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. രാധികയുടെ മനസ്സിൽ ഇങ്ങനെ കള്ളത്തരങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ മുഷിച്ചലൊന്നും കാണിക്കുന്നില്ല. ഇതേ സമയം വിനയ മേഡത്തിന്റെ സാരി ഇങ്ങനെ അവിടെയുള്ള വിളക്കിലേക്ക് ഇങ്ങനെ തട്ടി വരുന്നുണ്ട്. മുന്താണിയുടെ ഭാഗത്തുനിന്ന് ചെറുതായി കത്താനും തുടങ്ങിയിട്ടുണ്ട്. എല്ലാരും ഷൂട്ടിന്റെ തിരക്കിലായതുകൊണ്ട് ആരുടെയും ശ്രദ്ധയിൽ പെടുന്നില്ല. എന്നാ പെട്ടെന്ന് ഇത് രാധിക കാണാണ്. അയ്യോ എന്ന് പറഞ്ഞ് ഷൂട്ടാണെന്നൊന്നും നോക്കാതെ രാധിക വേഗം ഓടി വന്ന് ആ സാരിയുടെ മുന്താണി കത്തിയത് കണ്ടത് കാരണം തീയൊക്കെ കൈകൊണ്ട് തന്നെ അണയ്ക്കാൻ ശ്രമിക്കുകയാണ്. കട്ട്, ഇതാരാ ഇടക്കേറിയത് എന്ന് പറഞ്ഞിട്ട് അങ്ങേരെ എഴുന്നേറ്റ് വരാ. ഇവിടെ സാരിക്ക് തീ പിടിച്ചൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോഴേക്കും ജീവയും തിരുമേനിയും അങ്ങനെ അവിടെ എല്ലാവരും ഓടി വരും. സാരിയിലെ തീ അണച്ചത് കാരണം രാധികയുടെ കൈ നന്നായിട്ട് പൊള്ളിയിട്ടുണ്ട്. അയ്യോ, നന്നായിട്ട് പൊള്ളിയല്ലോ. അപ്പോ ഡയറക്ടർ പറയും, അത് അവരെ നോക്കട്ടെ മാഡം, നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാം. വിനയ മാഡം പറയും, എന്താ സാർ ഇത്? എന്നെ രക്ഷിക്കാനല്ലേ ഈ കുട്ടി നോക്കിയത്? ഈ കുട്ടിയുടെ കൈ പൊള്ളിയത് കണ്ടില്ലേ? അതിനുള്ള പരിഹാരം ചെയ്തിട്ട് മതി ഷൂട്ടിംഗ് ഒക്കെ. അല്ല മാഡം, അത് മാഡം പറയും, സിനിമക്കാരാണെന്ന് കരുതിയിട്ട് മനുഷ്യത്വം പാടില്ലെന്നുണ്ടോ? അച്ഛാ എന്ന് പറഞ്ഞ് രാധിക ഇങ്ങനെ നീറലോട് കൂടി നിൽക്കാ. മാഡം പറയും, ഈ കുട്ടിയെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. പ്രൊഡ്യൂസർ പറയും, വേണ്ടത് എന്താന്ന് വെച്ചാ ചെയ്തു കൊടുക്കുന്നേ. ഈ സമയം അച്ഛൻ പറയും, മോളെ പൂജ കഴിഞ്ഞിട്ടില്ല. ഈ സമയം അച്ഛൻ എങ്ങനെയാ മോളുടെ കൂടെ വരിക? മാഡം പറയും, തിരുമേനി പേടിക്കണ്ട, മോളുടെ കൂടെ ഞാൻ പോയിക്കോളാം. അയ്യോ, നിങ്ങൾക്കൊക്കെ ജോലി ഉള്ളതല്ലേ ഇവിടെ? എന്നെ രക്ഷിക്കാൻ ശ്രമിച്ച ആളുടെ കാര്യങ്ങൾ നോക്കേണ്ടത് എന്റെ കടമയാണ്. സ്വന്തം അനുജത്തിയെ കൊണ്ടുപോകുന്നത് പോലെ ഞാൻ കൊണ്ടുപോയിക്കോളാം. അപ്പൊ പ്രൊഡക്ഷൻ കൺട്രോളർ പറയും, കൂടെ ഞങ്ങൾ പോയിക്കോളാം. മാഡം പറയും, നോ, താൻ പോയി വണ്ടി ശരിയാക്ക്, ഞാൻ പോകുന്നുണ്ട് രാധികയുടെ കൂടെ. ഡയറക്ടറോട് പറയും, സോറി സാർ, ഇത്തരം സിറ്റുവേഷനില് എനിക്ക് ഇങ്ങനെ പെരുമാറാനേ പറ്റൂ. ഇതിന്റെ പേരിലുണ്ടാവുന്ന എന്ത് നഷ്ടവും ഞാൻ പരിഹരിച്ചു തരാം. രാധിക പറയും, കുഴപ്പമില്ല മാഡം, ഞാൻ ഇവിടുന്ന് നെയ്യോ മറ്റോ എടുത്ത് തേച്ചു നോക്കാം. മാഡം പറയും, വേണ്ട, അതെനിക്കൊരു മനസ്സമാധാനം കിട്ടില്ല. തിരുമേനി, ഞങ്ങൾ പോയിട്ട് വരാം. അച്ഛൻ പറയും, മനസ്സങ്ങ് വല്ലാണ്ടായിപ്പോയി. ഒന്നും സംഭവിക്കില്ല തിരുമേനി, ഈ നടയിൽ വെച്ച് നടന്ന സംഭവമല്ലേ, തിരുമേനിയുടെ മോളല്ലേ, ഞങ്ങൾ അവിടെ ചെന്നിട്ട് വിളിക്കാം.
തിരുമേനി പറയും പോയിട്ട് വാ മോളെ, അച്ഛൻ ഭഗവാനോട് പ്രാർത്ഥിച്ചോളാം. മാഡം ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് പോകാം. ശരി എന്ന് പറഞ്ഞ് മാഡം രാധികയെ കൂട്ടി അവിടുന്ന് പോവാം. ഇതേ സമയം ഹോസ്പിറ്റലിലെ അശ്വതി ആകെ ടെൻഷനോട് കൂടിയാണ് പുറത്തു നിൽക്കുന്നത്. ശ്യാമയുടെ ബോധം വന്നിട്ടില്ല. മുറിവ് ഡ്രസ്സൊക്കെ ചെയ്ത് ഡോക്ടർ പരിശോധിച്ചതിന് ശേഷം അശ്വതിയുടെ അടുത്തേക്ക് വരും. അശ്വതിക്കും എങ്ങനെയുണ്ട് ഡോക്ടർ? ഡോക്ടർ പറയും ബോധം വന്നിട്ടില്ല, ഒരുപാട് ബ്ലഡ് പോയിട്ടുണ്ട്, ഒരുപക്ഷെ ബ്ലഡ് വേണ്ടി വരും. നിങ്ങളുടെ ആളുകളൊന്നും ഇതുവരെ എത്തിയില്ലേ? മാഡം ഞാൻ ട്രൈ ചെയ്തോണ്ടിരിക്കുക. ശ്യാമയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഐശ്വര്യയാണ്. അതല്ല സെക്രട്ടറി മാലിനി റീച്ചബിളും അല്ല. ഡോക്ടർ പറയും നോക്കൂ, ബ്ലഡ് അത്യാവശ്യമായിട്ട് വേണം, റയർ ഗ്രൂപ്പാണ്. ബ്ലഡ് ബാങ്കിൽ അന്വേഷിച്ചപ്പോ ഇവിടെ സ്റ്റോക്ക് ഇല്ല, ആരെങ്കിലും ഒന്ന് കണക്ട് ആവുന്നത് വരെ എന്നൊക്കെ അശ്വതി പറയുമ്പോ ഡോക്ടർ പറയും മാഡം ഒരു പോപ്പുലർ ആയിട്ടുള്ള ആളല്ലേ, ഒരു സോഷ്യൽ മീഡിയ മെസ്സേജ് മതിയിൽ ഇതൊന്ന് പരിഹരിക്കാൻ എത്രയോ ആരാധകരുള്ളതാണ്. അശ്വതി പറയും ഞാനൊന്ന് നോക്കട്ടെ. ഡോക്ടർ പറയും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്, ആരെങ്കിലും കണക്ട് ആയാലേ നിങ്ങൾ ഇൻഫോം ചെയ്യണം. ശരി ഡോക്ടർ. അങ്ങനെ അത്രയും പറഞ്ഞ ഡോക്ടർ അങ്ങോട്ട് പോവാണ്. ഇതേ സമയം അശ്വതി വിചാരിക്കും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാ ഇതെല്ലാവരും അറിയും, ശ്യാമ ഇത് അംഗീകരിക്കില്ല, വേറെ എന്തെങ്കിലും വഴി നോക്കാം എന്ന് പറഞ്ഞ് അശ്വതി ആരെയോ വിളിക്കുക. അപ്പോഴായിരിക്കും അങ്ങോട്ട് വിനയ മാഡം രാധികയെ കൊണ്ടുവരുന്നത്. അശ്വതി ഇങ്ങനെ ഫോൺ ചെയ്യുന്നതിന്റെ അടുത്തൂടെ രാധിക എത്തുന്നത് ഇങ്ങനെ കാണിച്ചുകൊണ്ടാ ഈ ഭാഗം കഴിയുന്നത്. ഇവിടെ വെച്ച് അശ്വതി കാണോ ഇല്ലെന്നൊന്നും അറിയില്ല. എന്തായാലും ശ്യാമയ്ക്ക് വേണ്ടി ബ്ലഡ് നൽകാൻ പോകുന്നത് രാധിക തന്നെ ആയിരിക്കും. അപ്പൊ നമുക്ക് ആ ഭാഗത്തിനായിട്ടൊക്കെ വെയിറ്റ് ചെയ്യാം. ഇന്നത്തെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്